നമസ്കാരം. കർക്കിടക മാസത്തിലെ നാമജപാദികൾ ഇപ്പൊ തിരുമേനി ഞങ്ങൾക്ക് പലർക്കും രാമായണം വായിക്കാൻ അറിയത്തില്ല. അതുപോലെ ഞങ്ങൾ വിദേശത്താണ്, രാമായണം വായിക്കാൻ സമയം കിട്ടത്തില്ല. ഞങ്ങളുടെ ജോലിയുടെ സമയം കൊണ്ട് രാമായണം വായിക്കാൻ പറ്റില്ല. അങ്ങനെ വായിക്കാൻ പറ്റാത്തവർക്ക് ഈ രാമായണം ഒറ്റ വാക്കിൽ ഒരു ഏക ശ്ലോകമായിട്ട് രാമായണം ഇറങ്ങുന്നുണ്ട്. ഏക ശ്ലോകമായിട്ട് രാമായണം ഇറങ്ങുന്നുണ്ട്. ഞാനത് ഫസ്റ്റ് കമന്റ് ബോക്സിലെ രാമായണം അത് ഇട്ട് തരാം. അത് ജപിച്ചോളുക. ഈ രാമായണ മാസത്തിലെ നാമജപം, രാമായണ മാസത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണ്. രാമായണ മാസം അതിപുണ്യമാണ്, അതിൽ കേമമാണ്, അതിഗംഭീരമാണ്. അത് യാതൊരു സംശയവും വേണ്ട. കാരണം രാമായണ മാസത്തിൽ നമ്മൾ എന്ത് ചെയ്താലും അതിന് 1000 ഇരട്ടി ഫലമാണ്. അതുകൊണ്ട് തന്നെ രാവിലെയും വൈകുന്നേരവും കുളിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമായി ചെയ്യണം. രാവിലെയും വൈകുന്നേരവും അതുപോലെ തന്നെ വിളക്ക് വെക്കുക എന്നുള്ളത് നിർബന്ധമായി ചെയ്യണം. വൈകുന്നേരവും രാവിലെയും നാമജപാദികൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ 1 മണിക്കൂറെങ്കിലും നാമം ജപിക്കുമെന്ന് പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ ചോദിക്കട്ടെ, നമ്മൾ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ചിട്ടികൾ കൂടാറുണ്ട്, ഇൻഷുറൻസ് കൂടാറുണ്ട്, പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഇത് എന്തെങ്കിലും നമുക്ക് ആ പൈസ കിട്ടുമ്പോൾ അത് അവർക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞ പോലെ ദിവസം 1 മണിക്കൂർ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഒരു ഇൻഷുറൻസ് കൂടുകയാണെന്നൊരു ധാരണയിൽ നമ്മൾ ഇത് ചെയ്യണമെന്നത്. അതായത് നിങ്ങളൊരു 1 മണിക്കൂർ എന്തുമാത്രം, അതായത് നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണ, ആ നാമജപാണേലും ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, അങ്ങനെ ഹരേ രാമ കൊണ്ടായാലും അതുപോലെ തന്നെ രാമ 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 പാഹിമം അതായാലും രാം രാമായ നമ, 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 അങ്ങനെ ഇതുകൊണ്ടായാലും നിങ്ങൾക്ക് എന്തുമാത്രം എത്രമാത്രം രാമനാമം ജപിക്കാവോ, എത്രമാത്രം നിങ്ങൾക്ക് നന്നായിട്ട് ജപിക്കാവോ അത്രയും നന്നായിട്ട് നിങ്ങൾ ശ്രീരാമസ്വാമിയെ ജപിക്കേണ്ടതും നാമജപിക്കേണ്ടതുമായ ഒരു മാസമാണ് മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് കേമായിട്ട് ജപിക്കണം എന്നാ പറയണത്. എന്തുമാത്രം ജപിക്കാവോ അത്രയും ജപിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വർഷം എന്ന് പറയുന്നത് നാമജപത്താൽ ഏറ്റവും ശക്തമായി ജപിക്കേണ്ട ഒരു മാസമാണ്. എന്തുമാത്രം എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. കാരണം നാമജപം കൊണ്ട് നമ്മൾ പൂർണ്ണമായ പുണ്യത്തെ ഉൾക്കൊണ്ട് നമ്മൾ നാമജപം കൊണ്ട് ഈ മാസം കൊണ്ട് സുഹൃതം സമ്പാദിച്ച് നാമജപം കൊണ്ട് നമ്മൾ നന്മയെ സമ്പാദിച്ച് നമ്മുടെ പരമ്പരയ്ക്കായിട്ട് 1 വർഷത്തേക്കുള്ള സാധനം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അതാണ് ചെയ്യേണ്ടത്. എന്തുമാത്രം, അതായത് വൈഷ്ണവനാമങ്ങൾ എന്ന് പറഞ്ഞാൽ അച്യുതായ നമ, അനന്തായ നമ, ഗോവിന്ദായ നമ ജപിക്കാം, നാരായണനാമം ജപിക്കാം, രാമനാമം ജപിക്കാം, സഹസ്രനാമം ജപിക്കാം, രാമായ നമ ജപിക്കാം, അല്ലെങ്കിൽ ഏകശ്ലോകമായിട്ടുള്ള രാമായണം വായിക്കാം. അങ്ങനെ വായിച്ചുകൊണ്ട് നാമജപത്താൽ 1 മണിക്കൂറെങ്കിലും നാമം ജപിക്കുന്നത് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ശ്രീരാമഗായത്രിയായി നിൽക്കുന്ന ദശരഥായ വിദ്മഹേ സീതാവല്ലഭായ ധീമഹി തന്നോ രാമ പ്രചോദയാൽ, ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. ആ ഗായത്രി വയ്ക്കാം. ദശരഥായ വിദ്മഹേ സീതാവല്ലഭായ ധീമഹി തന്നോ രാമ പ്രചോദയാൽ, ആ ഗായത്രി 108 തവണ വയ്ക്കാം. അങ്ങനെ ജപിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു മാസം 1 മണിക്കൂറോ അല്ലെങ്കിൽ 1.5 മണിക്കൂറോ രാവിലെ വൈകുന്നേരമായി ജപിച്ചിട്ട് എന്തുമാത്രം സുഹൃതത്തെ ഉണ്ടാക്കാവോ, എത്രമാത്രം ഐശ്വര്യത്തെ ഉണ്ടാക്കാവോ, എത്രമാത്രം ദോഷങ്ങളിൽ നിന്ന് മോചനം ചെയ്യുമോ അതിന്. കാരണം ഈ കർക്കിടക മാസത്തിൽ ചെയ്യുന്ന 1ന് 10ന്റെ ഫലമുണ്ട്, 1ന് 1000, 10ന് 1000ന്റെ ഫലം. അതുപോലെ ഫലപ്രാപ്തിയാണ്. കാരണം ഇരട്ടിയുടെ ഇരട്ടിയിൽ 100 ഇരട്ടി ഫലങ്ങളാണ്. അപ്പൊ അത്രയും ഫലമുള്ള മാസങ്ങളിൽ അത്രയും ഫലപ്രദമായി നിൽക്കുന്ന നാമജപാദികൾ കൊണ്ട് നമ്മുടെ എന്താ പറയുക, നമ്മുടെ വൈകുണ്ഠം, നമ്മുടെ കുടുംബം, നമ്മുടെ വീട് അത് ശ്രീകോലായി സങ്കല്പിച്ച് ആ വൈകുണ്ഠത്തിന് ശക്തി പരന്ന് നല്ല പരമ്പരയുണ്ടായി, കുട്ടികൾക്ക് ഉത്തരവാദിത്ത അഭിവൃദ്ധി ഉണ്ടായി, കുട്ടികൾക്ക് ഐശ്വര്യം ഉണ്ടായി, കുട്ടികൾക്ക് ശ്രേഷ്ഠമുണ്ടായി, കുട്ടികൾക്ക് വളരെ കേമായ ഫലത്തെ പ്രദാനം ചെയ്യാനായിട്ട് 1 മണിക്കൂറെങ്കിലും മിനിമം എങ്കിലും നാമം ജപിക്കുക. അതുപോലെ മത്സ്യമാംസാദികൾ, മറ്റ് നോൺ വെജിറ്റേറിയനൊക്കെ 1 വർഷത്തേക്ക് ഈ 1 മാസമെങ്കിലും ഉപയോഗിക്കാതിരിക്കാമെങ്കിൽ അത് വളരെ ഗംഭീരമാണ്. അതായത് എന്താ പറയുക, എത്രമാത്രം ചിട്ടയോടുകൂടി നിങ്ങൾ രാമായണ മാസത്തെ, കർക്കിടക മാസത്തെ നിങ്ങൾ പരിപാലിക്കുന്നു, അത്രയും ശ്രേഷ്ഠമായി നിൽക്കുന്ന ജീവിതചര്യകളും ജീവിതാനുഗ്രഹങ്ങളും ജീവിത വിജയങ്ങളും സാമ്പത്തിക ലാഭങ്ങളും പിന്നീട് വരുന്ന കാലത്തേക്ക് നമുക്ക് ലഭിക്കുന്നുള്ളത് കൊണ്ട് ആ ജീവിതചര്യയിലേക്ക് നമ്മൾ മാറാനും ഉള്ള ഒരു സമയമാണിത്. അത് അതിൻ്റെതായി നിൽക്കുന്നതിൽ ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ പ്രാധാന്യത്തെ മനസ്സിലുകൊണ്ട് ആ നാമജപത്തിന്റെ കേമത്തെ ഉണ്ടായിക്കൊണ്ട് മുമ്പോട്ട് പോകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട്
എന്തൊക്കെ നിങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുന്ന നാമമുണ്ടോ ആ നാമജപമൊക്കെ വർദ്ധിക്കുക, വൈഷ്ണവനാമം ശക്തമാക്കുക, രാമായണ നാമം കൂടുതലാക്കുക. അങ്ങനെ ചെയ്തുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അവസ്ഥയിലേക്ക് വരിക. നമസ്കാരം, ഗോവിന്ദമ്പുരി.